ഒടുവിൽ ഖാലിദ് ജമീൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകുന്നു എന്നുള്ള കാര്യം കൺഫേംഡ് ആകുന്നു. AFF തന്നെ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഖാലിദ് തന്നെയായിരിക്കും കോച്ച്. ഈ ബാക്കി വരുന്നതൊക്കെ പ്രഹസനങ്ങളാണ്. 174 ആപ്ലിക്കേഷൻസും ചാവിയും പെപ് ഗാർഡിയോളയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോച്ചസും അല്ലെ. പലരും ചോദിച്ചിരുന്നു ഇന്ന കോച്ച് ഇന്ത്യക്ക് അപ്ലൈ ചെയ്തല്ലോ, ഇതിനെപ്പറ്റി സംസാരിക്കാതെ. ഖാലിദ് തന്നെ വരുള്ളൂ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അത് സംസാരിക്കാതെ ഇരുന്നത് എന്നുള്ളതാണ്. എനിവേ 2011-12 ആ ഒരു സമയത്ത് സാവിയ മെദേരയാണ് ഇന്ത്യൻ പരിശീലകൻ എന്ന നിലയിൽ അവസാനമായിട്ട് ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പരിശീലകൻ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 48 വയസ്സുകാരനായിട്ടുള്ള ഒരു പരിശീലകനാണ്. 16 വർഷത്തെ കോച്ചിങ് കരിയർ അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. ആ ഒരു കാലയളവിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ക്ലബ്സിനെ, ഇപ്പം മുംബൈ FC, ഐസ്വാൾ FC, അതുപോലെ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ജംഷഡ്പൂർ FC, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലബ്സിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഐസ്വാളിനോടൊപ്പം ലീഗ് സ്വന്തമാക്കാൻ അതൊരു അണ്ടർഡോഗ് ടീമായിരുന്നു ആ സമയത്ത്. അതുപോലെ ജംഷഡ്പൂർ FCക്കൊപ്പം ഈസ്റ്റ് ബംഗാളിനൊപ്പം സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ എത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നേപ്പാളിലൊരു ക്ലബിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ആസ് എ പ്ലെയർ എന്ന നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഏതാണ്ട് 40ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഹോൾ കരിയർ നോക്കുമ്പോൾ ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. ഏതാണ്ട് 300-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നമാണ്. അത് എങ്ങനെ പോപ്പപ്പ് ചെയ്യും? കാരണം ISL വന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലീഗ് സ്റ്റേജിലൊക്കെ ഉള്ള മത്സരങ്ങളിൽ അദ്ദേഹം തൻ്റെ ശൈലി വെച്ചിട്ട് ഒരു വളരെ ചെറിയ സ്കോഡിനെ വെച്ചിട്ട് പോലും റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻ പേപ്പറിൽ ചെറിയ സ്കോഡെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു തരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏഷ്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ കാഫ നേഷൻസ് കപ്പിലായിരിക്കും ഖാലിദ് ആദ്യം ഇന്ത്യയെ പരിശീലിപ്പിക്കുന്നുണ്ട്. പിന്നീട് ക്വാളിഫയേഴ്സിലൊക്കെ പരിശീലകനായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇതിലിപ്പം IM വിജയൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കണ്ടു. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം കോച്ചിനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി മെയിൻ ഇതിലേക്ക് വരുന്ന സമയത്ത് ചാവി മെയിൻ ഒരു പ്രയോറിറ്റി ആയിട്ടൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. അത് ഞാൻ പറയാനുള്ള കാരണം, ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും ഖാലിദിനെ ഉണ്ടാകുക എന്നുള്ള കാര്യം അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഖാലിദ് ഒരു മെയിൻ കോച്ചായിട്ട് തന്നെയാണോ അതോ ഡുവൽ റോള്, മുമ്പ് മനോലയുടേതുപോലെ ഒരു ഡുവൽ റോളാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസും ഉണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഇതേവരെ ആ കാര്യങ്ങളൊന്നും കൺഫേം ചെയ്തിട്ടില്ല. മീഡിയാസൊന്നും, ഞാൻ വീഡിയോ ചെയ്യുന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ AFFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കോച്ചാണ് എന്നുള്ള കാര്യമാണ്. ഇതിനിപ്പം എയറിൽ കയറാതിരിക്കാൻ വല്ലതും പറഞ്ഞതാണോ എന്നുള്ളതും അറിയത്തില്ല എന്നുള്ളതാണ്. എനിവേ ജംഷഡ്പൂർ FCയുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു പോസ്റ്റോ പരിപാടികളൊന്നും വന്നില്ല. എന്നായിരിക്കും അദ്ദേഹം ജോയിൻ ചെയ്യുക? ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമോ അതോ ഡുറൻ കപ്പിന് ശേഷമായിരിക്കുമോ അതോ വീണ്ടും ഡുവൽ റോൾ ആയിരിക്കുമോ എന്ന് പറയുന്ന കൺഫ്യൂഷൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ. സനിയ.